ഹലോ ഗൈസ്, MS എക്സലിന്റെ 8ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് ഡേറ്റ് ഫംഗ്ഷൻസ് ആണ്. അതായത് ടുഡേ, നൗ, ഡേ, മന്ത്, ഇയർ, ഡേറ്റ്, ഡേയ്സ് എന്നീ ഫംഗ്ഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ടുഡേ എടുക്കാം, ടുഡേ ഫംഗ്ഷൻ. അപ്പം അതിനു വേണ്ടിയിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടുഡേ ആക്ടിവേറ്റ് ഈക്വൽ ടു കൊടുക്കുക. യൂഷ്വലി ടൈപ്പ് ചെയ്യുന്ന പോലെ ടുഡേ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ടുഡേന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം കാണിക്കുമെന്നാണ്. ഓക്കെ, അതായത് ടുഡേ ഇപ്പം കാണിക്കുന്ന എൻ്റർ ചെയ്താൽ ഇന്നത്തെ ദിവസം കാണിച്ചു തരും. ഓക്കെ, അതായത് സിസ്റ്റത്തിന്റെ ഡേറ്റ് ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, സിസ്റ്റത്തിന് ബേസ് ചെയ്തിട്ട് ഡേറ്റ് കാണിച്ചു തരും. ഇനി നെക്സ്റ്റ് നൗ, സിമിലർ ഫോർമാറ്റിന് ഈക്വൽ ടു കൊടുക്കുക, നൗ കൊടുക്കുക. പക്ഷെ ഇവിടെ ഡേറ്റും കാണിക്കും, ടൈമും കാണിക്കും. ഇപ്പോൾ പ്രസന്റിലൂടെ ടൈമും കാണിക്കും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഉണ്ടോ, ഇന്നത്തെ ദിവസം ടൈമും കാണിക്കും. ഓക്കെ, പ്രസന്റ് ടൈമും കാണിക്കും. ഇനി നെക്സ്റ്റ്, അതായത് സിസ്റ്റത്തിലുള്ള കാണിക്കുന്നതാണ് പറയുന്നത്. സിസ്റ്റത്തിലുള്ള ടൈമും ഡേറ്റും എങ്ങനെയാണ് ആ രീതിയിലാണ് കാണിക്കുക. ഇവിടെ അതേ ഫോർമാറ്റിലാണ് കാണിച്ചു തരുമോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡേ, ഡേ മാത്രം എക്സ്ട്രാക്ട് ചെയ്യുക. ഡേ എന്നുള്ള ഫംഗ്ഷന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഡേറ്റിന് ഡേ മാത്രം എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഈക്വൽ ടു കൊടുക്കുക, ഡേ എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏത് പർട്ടിക്കുലർ ഡേറ്റിൽ നിന്നാണ് ഡേ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് അത് മാത്രം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. കണ്ടോ, ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നിന്ന് ഡേ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മന്ത് ആണ്. സിമിലർ പാറ്റേൺ ആണ് തന്നെ ഫോളോ ചെയ്യുന്നത്. മന്ത് ടൈപ്പ് ചെയ്യുക, മന്ത് എക്സ്ട്രാക്ട് ചെയ്യണം ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നിന്ന്. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ ചെയ്യുക. കണ്ടോ, 15/12/1998 12ാമത്തെ മാസം എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഈക്വൽ ടു ഇനി നെക്സ്റ്റ് ഇയറിന് എക്സ്ട്രാക്ട് ചെയ്യാനാണ്. സിമിലർ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, പർട്ടിക്കുലർ ഡേറ്റ് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നിന്ന് ഇയർ എക്സ്ട്രാക്ട് ചെയ്യും. കണ്ടോ, ഇയറിന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട് 2023 ആ രീതിയിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഡേറ്റ് ആണ്, ഡേറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഡേറ്റിന്റെ ഉദ്ദേശം ഇപ്പം നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ഡേ എക്സ്ട്രാക്ട് ചെയ്തു, മന്ത് എക്സ്ട്രാക്ട് ചെയ്തു, ഇയർ എക്സ്ട്രാക്ട് ചെയ്തു ഡേറ്റിൽ നിന്ന്. ഇത് നേരെ തിരിച്ചാണ്. അതായത് നമ്മൾക്ക് ഇപ്പോൾ ഡേ സെപ്പറേറ്റ് തന്നിട്ടുണ്ട്, മന്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഇയർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ ഒരു ഡേറ്റ് പർട്ടിക്കുലർ ഡേറ്റിലേക്ക് ആക്കണം. ഇതിപ്പോൾ സെപ്പറേറ്റ് ആണ്, അതൊരു പർട്ടിക്കുലർ ഡേറ്റിലേക്ക് ഒറ്റ ഡേറ്റിലേക്കായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു ഡേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഈക്വൽ ടു കൊടുക്കുക, ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ കണ്ടോ, ഇയർ ആണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഇയർ സെലക്ട് ചെയ്യുക, കോമ. ഇനി നെക്സ്റ്റ് മന്ത് സെലക്ട് ചെയ്യുക, മന്ത്. ഓക്കെ, മന്ത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഡേ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. കണ്ടോ, അപ്പം ഇത് നമ്മൾ സിസ്റ്റത്തിന്റെ ടൈമിംഗ് ഫോർമാറ്റ്, സിസ്റ്റത്തിന്റെ ഡേറ്റ് ഫോർമാറ്റ് എങ്ങനെ ആ രീതിയിൽ തന്നെ ഇവിടെയും വരും. കണ്ടോ, 13th ഡേ 13th, മന്ത് 12th, ഇയർ 2023 ആ രീതിയിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഡേയ്സ് ആണ്. ഡേയ്സ് എന്നുള്ള ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഡേയ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ രണ്ട് ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിന്റെ ഒരു ഡിഫറൻസ് ആണ് ഈ ഒരു ഡേയ്സ് എന്നുള്ള സംഭവം കൗണ്ട് ചെയ്യുക. ഓക്കെ, എത്ര നമ്പർ ഓഫ് ഡേയ്സ്, ഇപ്പോൾ ഇവിടെ 2 ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് എത്ര ഡേയ്സാണ് വരുന്നത്, ഈ രണ്ടിന്റെയും ഡേറ്റിന്റെ ഡിഫറൻസ് എത്രയാണെന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ഈക്വൽ ടു കൊടുക്കും, ഡേയ്സ് എന്ന് കൊടുക്കും, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആദ്യം എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്യുക, കോമ ഇടുക. ഇത് സ്റ്റാർട്ട് ഡേറ്റ് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ദിവസം മുതൽ ഈ ഒരു ദിവസം വരെ 40 ദിവസം എടുക്കുന്ന കാണിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആഡിങ് ആൻഡ് സബ്ട്രാക്ടിങ് ഡേയ്സ് ടു ഡേറ്റ്. അതായത് പർട്ടിക്കുലർ ഡേറ്റിൽ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് ആഡ് ചെയ്താൽ എത്ര കിട്ടണം, എത്രാം തീയതി കിട്ടണം ആ രീതിയിൽ. അതായത് ഈ ഒരു ഡേറ്റിൽ നിന്ന് ഈ ഒരു ഡേറ്റിൽ ഇത്ര ഡേയ്സ് ആഡ് ചെയ്താൽ അടുത്ത ഡേറ്റ് എന്തായിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ വേറെ പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ആ ജസ്റ്റ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഈ ഒരു ഡേറ്റിന് വേല നമ്പർ ഓഫ് ഡേയ്സ് ആഡ് ചെയ്യുന്നു, ഈക്വൽ ടു കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഏത് ഡേറ്റ് സെലക്ട് ചെയ്യുക, അതിനപ്പുറം എത്ര ഡേയ്സ് ആഡ് ചെയ്യാം. ഇപ്പോൾ 15 ഡേയ്സ് ഇവിടെ കൊടുത്തിട്ട് 15 ഡേയ്സ് ആഡ് ചെയ്യണം, അത് ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റിന്റെ അപ്പുറം 15 ഡേയ്സ് ആഡ് ചെയ്ത് വരും. ഓക്കെ, അവിടെ വേറെ ഫംഗ്ഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അവിടെ ജസ്റ്റ് അത് ഫോർമുല ആകെ ആഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഈക്വൽ ടു കൊടുക്കുക. അതേപോലെ തന്നെ ഡേറ്റിന്റെ അപ്പുറം 20 ദിവസം ആഡ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഉണ്ടോ, ഈ 18ാം തീയതിന് ശേഷം 20 ദിവസം കഴിഞ്ഞാൽ ഓക്കെ 7ാം തീയതി വന്നു. ഓക്കെ, ആ രീതിയിൽ. നെക്സ്റ്റ് ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നത്, ഇവിടെ ഇപ്പോൾ മൈനസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൈനസ് എനിക്കിപ്പം 20 ദിവസം മൈനസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ ഇവിടെ -20 എന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അവിടെ മൈനസ് ആയി വരും. ഓക്കെ, ഇത്ര ദിവസം പുറകോട്ടേക്ക് പോകും ആ രീതിയിൽ. ഓക്കെ, നെക്സ്റ്റ് ഇനി ആഡിങ് ആൻഡ് സബ്ട്രാക്ടിങ് മന്ത് ടു ഡേറ്റ്. അതായത് മന്ത് ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ഡേയ്സ് ആണ്. ഡേയ്സ് ഡേറ്റിനൊപ്പം ആഡ് ചെയ്യുന്നത്.
ഇവിടെ ഇപ്പം മന്ത് ആഡ് ചെയ്യേണ്ട, എനിക്ക് മന്ത് മാത്രമേ ആഡ് ചെയ്യേണ്ടു, ഡേയ്സ് അല്ല, മന്ത് മാത്രമേ ആഡ് ചെയ്യേണ്ടു. അതിന് വേണ്ടി ഇതൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ അത് ഈക്വൽ ടു കൊടുക്കുക, ഈ ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റാർട്ട് ഡേറ്റ് ഏതാണ് ഡേറ്റ്, ഏത് ഡേറ്റിനൊപ്പം മന്ത് ആഡ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യാം, കോമ ഇടുക, എന്നിട്ട് നമ്പർ ഓഫ് മന്ത്സ് എത്ര മന്ത്സ് ആഡ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യാം കേട്ടോ. ഈ ഒരു ഡേറ്റിനൊപ്പം 8 മാസം ആഡ് ചെയ്താൽ ഈ ഡേറ്റ് വരും. ഓക്കെ, സിമിലർലി ഈ ഒരു ഡേറ്റ് അതുപോലെ തന്നെ ഈക്വൽ ടു കൊടുക്കുക, ഈ ഡേറ്റ് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റാർട്ട് ഡേറ്റ് സെലക്ട് ചെയ്യുക, എത്ര മാസം ആഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആഡിങ് ആൻഡ് സബ്ട്രാക്ടിങ് ഇയേഴ്സ് ടു ഡേറ്റ്, ഇയേഴ്സ് ടു ഡേറ്റ് അത് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ സബ്ട്രാക്ഷൻ അല്ല മൈനസിങ് അധികം കാണിക്കുന്നില്ല, കാരണം ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പം മൈനസ് ഇവിടെ മൈനസ് ഇപ്പോൾ 6 മാസം മൈനസ് ചെയ്യണം, അപ്പോൾ മൈനസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി മൈനസ് ആയിട്ട് വരും, അത്രേ ഉള്ളൂ, അവിടെ വേറെ പോയിന്റ് ഒന്നുമില്ല. ഓക്കെ, മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈനസ് ഉള്ള നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ആയിട്ട് വരും, മന്ത്സ് മൈനസ് ആയിട്ട് വരും. ഇവിടെ സിമിലർലി ഇവിടെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ആഡിങ് ആൻഡ് സബ്ട്രാക്ടിങ് ഇയേഴ്സ് ടു ഡേറ്റ് ആണ്. നേരത്തെ ഞാൻ മന്ത് പറഞ്ഞു, ആദ്യം ഞാൻ ഡേയ്സ് പറഞ്ഞു, പിന്നെ മന്ത് പറഞ്ഞു, ഇപ്പം നിലവിൽ ഇയർ ആണ് പറയുന്നത്. ഇയറിന് ഡേറ്റിനപ്പുറം ഈ ഡേറ്റിനപ്പുറം ഇയർ ഇത്ര നമ്പർ ഓഫ് ഇയേഴ്സ് ആഡ് ചെയ്താൽ അത്ര കിട്ടണം എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം ഫസ്റ്റ് വരുന്നത് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അതായത് അതിൻ്റെ അപ്പുറം 4 വർഷം ആഡ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വേറെ ഫംഗ്ഷൻ ഒന്നുമില്ല. ആകെ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു ഇയറിനെ നമ്മൾ മാറ്റണം, ഇയറിനെ മാറ്റിയിട്ട് മന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഡേയ്സിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി, ഏത് രീതിയിലും ചെയ്യാം. ഈക്വൽ ടു കൊടുക്കുക, ഞാനിപ്പോൾ ഇയറിനെ മന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ ഇയറിനെ മന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ഇപ്പം 4 വർഷം കൊടുത്തിട്ടുള്ളൂ, ഇയറിനെ മന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈക്വൽ ടു ഇവിടെ ഇപ്പോൾ 4 വർഷം കൊടുത്തത് ഇൻറ്റു 12 കൊടുക്കുക, ഇപ്പം 48 മാസം കിട്ടി. അതുപോലെ തന്നെ ഈക്വൽ ടു 5 ഇൻറ്റു 12 ഏത് രീതിയിലും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം, അതായത് 12 മാസത്തിന് പകരം ദിവസം കണ്ടുപിടിക്കണമെങ്കിൽ 365 ഇൻറ്റു 4 കൊടുത്താലും പ്രശ്നമില്ല. ഓക്കെ, അതിനുശേഷം ഈക്വൽ ടു ഈ ഡേറ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കുക, കൊമ ഇടുക, നേരത്തെ ചെയ്ത പോലെ തന്നെ 48 മാസം. ഇവിടെ ഇയറിനെ കൺവേർട്ട് ചെയ്തിട്ട് മാസത്തിലേക്ക് ആക്കി കേട്ടോ, അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട സാധനം. ഓക്കെ, സിമിലർലി ഇവിടെയും ഈ ഡേറ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റാർട്ട് ഡേറ്റ് സെലക്ട് ചെയ്യുക, നമ്പർ ഓഫ് ഇയേഴ്സ് എല്ലാം മന്താണത്. ഓക്കെ, മന്തിൽ സെലക്ട് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ശ്രദ്ധിക്കേണ്ടതാണ് ആ ഇയറിനെ മന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ദിവസത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ദിവസം ആഡ് ചെയ്താലും കിട്ടും. ഓക്കെ, ആ രീതിയിൽ അതിന് വേറെ പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഈ ഡേറ്റിനെ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ്. അത് കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ്, നമുക്ക് എവിടെയെങ്കിലും ആയിട്ട് യൂസ്ഫുൾ ആവും, അതുകൊണ്ടാണ് ഞാൻ അതിവിടെ പറയുന്നത്. ഫസ്റ്റ് പറയുന്ന ഡേറ്റ് ഫംഗ്ഷൻ ആണ്, നേരത്തെ ചെയ്ത പോലെ തന്നെ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫോർമുല എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ഫസ്റ്റത്തെ എക്സാമ്പിളിൽ ഇയർ മന്ത് ഡേ സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി അതെല്ലാം കൂടി യോജിപ്പിക്കാൻ വേണ്ടി ഡേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം, ഈക്വൽ ടു കൊടുക്കുക, ഡേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇയർ കൊടുക്കുക, മന്ത് കൊടുക്കുക, ഡേ കൊടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ആയിട്ടുണ്ട്, ഡേ ആയിട്ടുണ്ട്. ഈ ഒരു സെപ്പറേറ്റ് കോളത്തിനെ നമ്മൾ ഒന്നാക്കിയിട്ട് ഒരു ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പർട്ടിക്കുലർ നേരെ തിരിച്ചിട്ടും ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നിന്ന് ഡേ എക്സ്ട്രാക്ട് ചെയ്യുന്നു, മന്ത് എക്സ്ട്രാക്ട് ചെയ്യുന്നു, ഇയർ എക്സ്ട്രാക്ട് ചെയ്യുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈക്വൽ ടു ഡേ ബ്രാക്കറ്റ് കൊടുക്കുക, എന്നിട്ട് ഈ ഒരു പർട്ടിക്കുലർ സെല്ലിന് ക്ലിക്ക് ചെയ്യാം, ഏത് ഡേറ്റിൽ നിന്ന് നമുക്ക് ഡേ എക്സ്ട്രാക്ട് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം, എൻ്റർ ചെയ്യാം. ഡേ എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്, അത് ഇവിടെ താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഓരോ ഡേറ്റിൽ നിന്നും അത് കൺസേൺഡ് ഡേ എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മന്ത്, അതേപോലെ തന്നെ മന്ത് ടൈപ്പ് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, പർട്ടിക്കുലർ ഡേ സെലക്ട് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ ചെയ്യാം. ഉണ്ടോ, മന്ത് എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇയർ, അതേപോലെ തന്നെ ഇയർ ടൈപ്പ് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡേറ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പം ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നിന്ന് ഇയർ എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ടുഡേ ആണ്, ടുഡേൻ്റെ. അപ്പോൾ നമ്മൾ പൊതുവേ മിക്ക സ്ഥലത്തും കാണുന്നതാണ് നമ്മൾ പ്രസന്റ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്കവാറും നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡാറ്റാ ബേസിൽ ഉണ്ടാക്കും, നമുക്ക് മനസ്സിലാവും അത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തുന്ന എംപ്ലോയി ഡാറ്റയാണ്, എംപ്ലോയിന്റെ പേരുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രസന്റ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യണം അവരെ. ഓക്കെ, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ കയ്യിലുള്ളൂ, പ്രസന്റ് ഏജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ടുഡേ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ ഈക്വൽ ടു കൊടുക്കുക,
ടുഡേ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ടുഡേന്റെ ഒപ്പം ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് മൈനസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. അതായത് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി ജനിച്ചിട്ട് എത്ര ദിവസമായി. അപ്പോൾ ദിവസം കിട്ടിയാൽ നമുക്ക് എളുപ്പമാണല്ലോ, മാറ്റിയിട്ട് വയസ്സിലേക്ക് ആക്കാൻ പറ്റും. ദിവസം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ജസ്റ്റ് ആ ഒരു ദിവസത്തിന് നമ്മൾ എന്ത് ചെയ്യണം? 365 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, എൻ്റർ ചെയ്യാം. അപ്പം 34 വയസ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിന്റെ വയസ്സ് 34 ഓക്കെ. സിമിലർലി ഈക്വൽ ടു ഇവിടെ അങ്ങനെ തന്നെ ടുഡേ എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ്, മൈനസ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഡിവൈഡഡ് ബൈ 365. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ബോർഡ് മാസെല്ലാം ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനെയും കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ ബ്രാക്കറ്റിൽ ഇടണം. ഓക്കെ, കാരണം നമുക്ക് ഇത് ആദ്യം മൈനസ് ചെയ്യണം. ടുഡേനെ ആദ്യം മൈനസ് ചെയ്യണം കേട്ടോ. ടുഡേന്റെ ഒപ്പം ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റ് ആദ്യം മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ നമുക്ക് ആദ്യം കിട്ടുന്നത്. അതിനുശേഷം അത് 365 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ബ്രാക്കറ്റിൽ ഇടുന്നു കേട്ടോ. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിന്റെ വയസ്സ് 38. ആ രീതിയിൽ ബാക്കിയുള്ള ആൾക്കാരും കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആഡിങ് ഡേയ്സ് ടു ഡേറ്റ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു ക്ലിനിക്കൽ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. നെയിം ഓഫ് പേഷ്യന്റ്, ഡേറ്റ് ഓഫ് വിസിറ്റ് കൊടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് ഡേയ്സ് ആഫ്റ്റർ വിച്ച് പേഷ്യന്റ് ഹാസ് ടു കം. അപ്പോൾ ഡോക്ടറിന്റെ അടുക്കൽ നമ്മൾ പൊതുവെ പോകുമ്പോൾ പറയാറുണ്ടല്ലോ, ഡോക്ടർ ഇന്നത്തെ ദിവസം, അപ്പം ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് വാങ്ങും. അപ്പം 30 ദിവസം കഴിഞ്ഞിട്ട് ഏത് ദിവസം വരുന്നത് നമുക്ക് പെട്ടെന്ന് ചിലപ്പം പറയാൻ പറ്റണമെന്നില്ല. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഡേറ്റ് ഓഫ് വിസിറ്റ്, ഇന്നത്തെ ഡേറ്റ് ഓഫ് വിസിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പേഷ്യന്റിന്റെ ഡേറ്റ് ഓഫ് വിസിറ്റ് 15-ാം തീയതിയാണ്, 15/3/23. അപ്പം അവരുടെ പറയുന്നത് 30 ഡേയ്സ് കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് വിസിറ്റ് ഡേറ്റ്, അവരുടെ വിസിറ്റ് ഡേറ്റ് അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ. അതുകൊണ്ട് ഞാൻ റിയൽ ലൈഫ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈക്വൽ ടു ആഡ് ചെയ്യാം, ഈക്വൽ ടു കൊടുത്തിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റ് ഓഫ് വിസിറ്റ് സെലക്ട് ചെയ്യാം, പ്ലസ് എത്ര ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞത് ആ ഡേയ്സ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, 30 കൊടുക്കുക, എന്നിട്ട് എൻ്റർ ചെയ്യാം. ഓക്കെ, ആ രീതിയിൽ. അപ്പോൾ നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് വരേണ്ടത് ഈ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഈ തീയതി വരും, ആ രീതിയിൽ. ഓക്കെ, ഇവിടെ ഇപ്പം 30ാമത്തെ ദിവസം വരിക. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് വരണം എന്ന് പറഞ്ഞാൽ അതായത് 30 ദിവസം കഴിഞ്ഞിട്ട് വരണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൂടിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ട്രൈ സെലക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് കസ്റ്റമർ പേയ്മെന്റ് ഡാറ്റയാണ്. അതായത് ഇവിടെ ഫൈൻഡിങ് ഗാപ്പ് ബിറ്റ്വീൻ ടുഡേ ആൻഡ് പ്രീവിയസ് ഡേറ്റ്. അതായത് 2 ഡേറ്റിന്റെ ഡിഫറൻസ്. പക്ഷെ ഇവിടെ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഫസ്റ്റ് കസ്റ്റമർ പേര് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ഓർഡർ, കസ്റ്റമർ ഓർഡർ ചെയ്തപ്പാണ്, ഡേറ്റ് ഓഫ് കസ്റ്റമർ പേയ്മെന്റ് ചെയ്തപ്പാണ്, അതിന്റെ ഗ്യാപ്പ് എത്രയാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടിന്റെ ഗ്യാപ്പ്. അപ്പം നമ്മൾ വിചാരിക്കാം അത് സിമ്പിൾ ആണല്ലോ, കാരണം ഈക്വൽ ടു ടുഡേ എന്ന് ടൈപ്പ് ചെയ്തിട്ട് മൈനസ് ഈ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് വരെയുള്ള എത്ര ഡിലേ വന്നു, അതായത് ഡേറ്റ് ഓഫ് ഓർഡർ വന്നിട്ട് ഡേറ്റ് ഓഫ് ഓർഡറും ഇന്നത്തെ ദിവസം വരെയുള്ള ഡിഫറൻസ് എത്രയാണെന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ 37 ഓർഡർ വന്നിട്ട് 37 ദിവസമായി, പക്ഷേ ഇതുവരെ പേയ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട്. ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഇവർക്കെല്ലാം ബ്ലാങ്ക് ആണ് കേട്ടോ. ഈ ഒരാൾ മാത്രമേ പേയ്മെന്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്കെല്ലാം ഡേറ്റ് ഓഫ് പേയ്മെന്റ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇന്നത്തെ ദിവസം മുതൽ എത്ര ഗ്യാപ്പായി നോക്കണം. ഓക്കെ, അതായത് ഡേറ്റ് ഓഫ് ഓർഡർ വന്നിട്ട് എത്ര ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇയാൾ പേയ്മെന്റ് ഡിലേ ആയിട്ട് 37 ദിവസമായി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഡാറ്റയിൽ നിന്ന്. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ വാസുലാലിന്റെ വന്നിട്ടുണ്ട് 18 ദിവസം ഡിലേ ആയി. സ്മാർട്ട് ആൻഡ് കോന്റെ 16 ദിവസമായി. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഇപ്പം 26 കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ആളെ കണ്ടോ, നിക്ഷാൻ കോ ഓൾറെഡി പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പേയ്മെന്റ് ചെയ്താണെങ്കിൽ നമുക്കത് കൗണ്ട് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ ചിന്തിക്കും. അതായത് പേയ്മെന്റ് ചെയ്ത ആളെയാണെങ്കിൽ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം അവർ ഓൾറെഡി പേയ്മെന്റ് ചെയ്തല്ലോ. പേയ്മെന്റ് ചെയ്യാത്ത ആൾക്കാരെ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമുല ഒന്നും കൂടി മാറ്റിയിടുന്നു. അപ്പം ഇതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, പേയ്മെന്റ് ചെയ്ത ആൾക്കാരെ നമ്മൾ നോക്കാൻ പാടില്ല, പേയ്മെന്റ് ചെയ്യാത്ത ആൾക്കാരെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർമുല ഒന്നും കൂടി മാറ്റി എഴുതുന്നു. ഈക്വൽ ടു കൊടുക്കും, ഈഫ് കൊടുക്കും. അത് ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ മുന്നേത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു ഈ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി പേ ചെയ്തിട്ടില്ല, ഡേറ്റ് ഓഫ് പേയ്മെന്റ് ക്ലിക്ക് ചെയ്യാം. ഡേറ്റ് ഓഫ് പേയ്മെന്റ് സെല്ല് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഇപ്പോൾ ബ്ലാങ്ക് ആണല്ലോ, ബ്ലാങ്ക് എന്നുള്ള വാല്യൂ നമ്മൾ ആദ്യം കൗണ്ട് ചെയ്യാം. ബ്ലാങ്ക് ആണെങ്കിൽ, ഡേറ്റ് ഓഫ് പേയ്മെന്റ് ബ്ലാങ്ക് ആണെങ്കിൽ എന്ത് സംഭവിക്കണം അതാണ് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ടുഡേ എടുക്കുക, അത് ഡേറ്റ് ഓഫ് പേയ്മെന്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇപ്പം ബ്ലാങ്ക് ആണ് കൊടുത്തിട്ടുണ്ട്. ബ്ലാങ്ക് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അപ്പോൾ ടുഡേ മൈനസ് നേരത്തെ ഇട്ട ഫോർമുല തന്നെ മൈനസ് ഡേറ്റ് ഓഫ് ഓർഡർ. ഓക്കെ,
ഡേറ്റ് ഓഫ് ഓർഡർ മൈനസ് ചെയ്ത് നമുക്കൊരു വാല്യൂ കിട്ടണം, ഇത്ര ദിവസം. അപ്പോൾ ദിവസം നമുക്ക് കിട്ടേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ വാല്യൂ തന്നെ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ചെയ്തതാണെങ്കിൽ ഒന്നും വരണ്ട, ബ്ലാങ്ക് ആയിരിക്കണം. ഓക്കെ, എൻ്റർ ചെയ്യുന്നു. ഓക്കെ, നേരത്തെ അതേ വാല്യൂ തന്നെ വരുന്നത്. പക്ഷെ ഇവിടുന്ന് നമ്മൾ ഡ്രാഗ് ചെയ്ത് എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് കണ്ടോ, ഈ പേയ്മെന്റ് ചെയ്ത ആളെ അത് കൗണ്ട് ചെയ്യില്ല, അവിടെ ബ്ലാങ്ക് ആയിട്ട് വന്നു. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം വേണം കൃത്യമായിട്ട്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പേയ്മെന്റ് ചെയ്തെന്ന് വിചാരിക്കും, ഒരു പർട്ടിക്കുലർ ദിവസം പേയ്മെന്റ് ചെയ്തു. ഓക്കെ, ഇന്നത്തെ ദിവസം പേയ്മെന്റ് ചെയ്തു, സോറി. ഓക്കെ, ഉണ്ടോ, അത് ഓൾറെഡി എംപ്റ്റി ആ രീതിയിൽ. അപ്പോൾ ഇതെല്ലാം ഒരു ആക്ച്വലി റിയൽ ലൈഫ് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ജസ്റ്റ് ഇതിനെ റിലേറ്റ് ചെയ്യുന്ന ഈ ഒരു ഡേറ്റ് ഫംഗ്ഷനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ഈ എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.